ഇതിൽ പരം നാണക്കേട് തൃണമൂൽ കോൺഗ്രസിനും മമതയ്ക്കും ഇനി ഉണ്ടാകില്ല. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. 15 വർഷം തൃണമൂൽ കോൺഗ്രസ് കാണിച്ച ഓരോ അഴിമതികളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പശ്ചിമബംഗാളിൽ CBIയും EDയും NIAയും എല്ലാം ഇപ്പോൾ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വസതിയിലും നേതാക്കളുടെ വീട്ടിലും കയറി ഇറങ്ങുകയാണ്. അതായത് ഇനി മമതയ്ക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. വരും ദിവസങ്ങളിൽ അഭിഷേക് ബാനർജിയും മമതയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ജയിലിലേക്ക് പോകും. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ വസ്തുക്കൾ അനധികൃതമായി പൂഴ്ത്തിവെച്ചെന്ന കുറ്റത്തിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള മുൻ തൃണമൂൽ കോൺഗ്രസ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഉജ്വൽ ബിശ്വാസിനെ ഇന്നലെ ED അർദ്ധരാത്രിയോടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റികളുടെ ജോലിക്ക് കോടിക്കണക്കിന് രൂപ നൽകിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത പശ്ചിമബംഗാൾ മുൻ ഫയർ സർവീസ് മന്ത്രി സുജിത് ബോസിന് ശേഷം അഴിമതി ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന മുൻ മന്ത്രിസഭയിലെ രണ്ടാമത്തെ മുൻ മന്ത്രിയാണ് ബിശ്വാസ്. 2011 മുതൽ 2026 വരെ നാദിയ ജില്ലയിലെ കൃഷ്ണനഗർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 3 തവണ തൃണമൂൽ നിയമസഭാ അംഗമായിരുന്ന ബിശ്വാസ് അടുത്തിടെ സമാപിച്ച പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി സദൻ ഘോഷിനോട് 27,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. കൃഷ്ണനഗറിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ദുരിതാശ്വാസ സാമഗ്രികൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ രാവിലെ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. സർക്കാർ ദുരിതാശ്വാസ സാമഗ്രികൾ, പ്രത്യേകിച്ച് ടാർപോളിൻ ഷീറ്റുകൾ ബിശ്വാസിന്റെ വസതിയിൽ കുറച്ചു കാലമായി സൂക്ഷിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുകയാണ്. തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ജനക്കൂട്ടം തടിച്ചുകൂടി പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പ്രാദേശിക സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സ്ഥലത്തെത്തി ബിശ്വാസിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് മുദ്രാവാക്യമാണ് ഉയർത്തിയത്. എന്നിരുന്നാലും ബിശ്വാസ് ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. പക്ഷേ ബിശ്വാസിന്റെ വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളടക്കം കേന്ദ്ര ഏജൻസികൾ കണ്ടെടുക്കുകയായിരുന്നു. നേരത്തെ അഴിമതി ആരോപണത്തിൽ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ തൃണമൂൽ കോൺഗ്രസ് കൗൺസിലർ 63-ാം വാർഡിലെ സുഷ്മിത ഭട്ടാചാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജനങ്ങൾ തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളെ കൈവയ്ക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങൾക്ക് വീട് വെക്കാനായിട്ട് കേന്ദ്രം നൽകിയപ്പോൾ അതിൽ നിന്നൊക്കെ കമ്മീഷൻ വാങ്ങുകയും അവസാനം പശ്ചിമബംഗാളിൽ BJP ഭരണത്തിലേക്ക് എത്തിയതോടെ ജനങ്ങൾ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിലെ ഈ നേതാക്കന്മാരെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റിയെന്ന് വിളിച്ചു പറയും. അവസാനം നാണം കെട്ട് തൃണമൂൽ നേതാക്കൾ പൈസകളൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ്. അതായത് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെയും നിലം പരിശാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഓരോ ദിവസവും ചെന്ന് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.